ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ജോലിക്കാർക്കും പുറത്തു പഠിക്കാൻ പോകുന്ന പിള്ളേർക്കും വേണ്ടി എളുപ്പം ചെയ്യാവുന്ന ഒരു പാചകമാണ് ഈ മുട്ടക്കറി. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഒരു മുട്ടക്കറി വെക്കാൻ പോവുകയാണ്. മുട്ടക്കറി വെക്കാൻ അതിന് ഉള്ള ചേർക്കാനുള്ള സാധനങ്ങളാണ്: സബോള 2 എണ്ണം, 2 തക്കാളി, 4 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അതാണ് നമ്മളിന്ന് 4 മുട്ടയാണ് കറി വെക്കുന്നത്. അതിന് ചേർക്കാനുള്ള സാധനമാണിത്. നമ്മളിതെല്ലാം ഇനി ഒന്ന് അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. തക്കാളി ഉള്ളി അരിയുന്നത് പോലെ തന്നെ അങ്ങ് അരിഞ്ഞ് ഇതിനകത്തോട്ട് ഇടണം. ചെറുതായിട്ട് അരിഞ്ഞിട്ട് സബോള 3/4 വാഴയിലാക്കിയാകുമ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ തക്കാളി എല്ലാം അരിഞ്ഞിട്ടുണ്ട്. നല്ല ചെറുങ്ങനെ അരിഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ടക്കറി വെക്കാനുള്ള പാത്രം അടുപ്പേക്ക് വെച്ചു. ഇനിയിപ്പോൾ അതിനകത്ത് ഒരു തുടം വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു. ഇനി എണ്ണ ചൂടായി വരുന്നു. അതിലേക്ക് കടുക് ഇടുകയാണ്. ഇതിനകത്തൊരു 3 അടപ്പ് കടുക്. കടുക് പൊട്ടിയിരിക്കുന്നതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും സബോള ഇടുക. നമുക്ക് ഇളക്കി 3/4 വഴലിച്ചയാകുമ്പോൾ അതിലേക്ക് തക്കാളി ഇടുക. നമ്മുടെ സബോള മൂത്തിരിക്കുന്നു. അതിലേക്ക് നമ്മൾ തക്കാളി അരി വെച്ചിരിക്കുകയാണ്. ഇതിനി നല്ലപോലെ വഴലണം. വഴലതിന് ശേഷമാണ് നമ്മൾ അരപ്പൊക്കെ ചേർക്കുന്നത്. നമ്മൾ അതിലേക്ക് ഈ കരിയാപ്പിലയും കൂടി ഇളക്കുകയാണ്. ഇത് ജോലിക്ക് വെളിയിൽ പോയിരിക്കുന്നവർക്കും വിദേശത്ത് പഠിക്കാൻ പോയിരിക്കുന്ന മക്കൾക്കും ഒക്കെ ജോലിയും കഴിഞ്ഞും പഠിത്തം കഴിഞ്ഞും വീട്ടിൽ വരുമ്പം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഈ കറി. അതാണ് ഇത് വെച്ച് കാണിക്കുന്നത്. അതിലേക്ക് അതിനുള്ള അരപ്പ് ചേർക്കാൻ പോവുകയാണ്. ചിക്കൻ മസാലപ്പൊടിയായത്. മുഴുത്ത ടേബിൾ സ്പൂണിന് 4 സ്പൂൺ പൊടി. അത് അരപ്പിനകത്തേക്ക് ഇട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി. ഇനി അപ്പം അതിന് ചേരുന്ന വെള്ളം ഒഴിക്കുകയാണ്. 1.5 ഗ്ലാസ് വെള്ളം. അരപ്പ് ഒരു ശകലം നേരം ഇളക്കി മൂപ്പിക്കണം. അതിന് പാകത്തിനുള്ള ഉപ്പ് ഒഴിക്കുവാണ്. ഈ ചെറിയ തവിക്ക് ഒരു തവി ഉപ്പ് അതിനകത്തേക്ക് വയ്ക്കണം. അപ്പോൾ നമുക്ക് അരപ്പ് നല്ലതുപോലെ തിളച്ചു. ഇനി അതിലേക്ക് ഈ മുട്ട പുറക്കിയിടുകയാണ്. ഇച്ചിരി മുട്ട ചൂടാകട്ടെ അതിനകത്ത്. നമ്മൾ ഈ മുട്ടക്കറിക്ക് ചാറിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങയുടെ പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ആ തേങ്ങാപ്പാൽ അതിനകത്ത് ഒഴിക്കുകയാണ്. മുട്ടക്കറിയിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തത് കറിക്ക് ശകലം ചാറ്, ഒരു കൊഴുപ്പ് ഒക്കെ കിട്ടാൻ, രുചിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇങ്ങനെ വെക്കണം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിരിക്കുന്നു.
എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. Brilliant, brilliant, me.